അതുകൊണ്ട് ഈ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട പല മേഖലകളും ശാസ്ത്രത്തിന്റെ പരിധിക്ക് പുറത്താണ് എന്ന വിചാരത്തോടുകൂടി വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സദസ്സിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിരിക്കാൻ എന്ന് ഞാൻ ആദ്യമേ നിങ്ങളെ ഉണർത്തുന്നു. പല വിഷയങ്ങളും ചർച്ചക്ക് ശാസ്ത്രത്തിന് പുറത്താണ്. മരണം എങ്ങനെയാണ് ശാസ്ത്രത്തിന് പറയാൻ സാധിക്കില്ല. സ്വർഗം എങ്ങനെയാണ്, നരകം എങ്ങനെയാണ് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായും നമ്മുടെ ചർച്ചയിൽ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഉദാഹരണമായിട്ട് ലോകാവസാനം. ഈ ലോകത്തിനൊരു അവസാനമുണ്ട് എന്ന് ഖുർആൻ അടിക്കടി പറയുന്നു. ഈ ലോകത്തിനൊരു അവസാനമില്ല എന്നായിരുന്നു ശാസ്ത്രം ഏറെക്കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ശാസ്ത്രം ഇന്ന് പറഞ്ഞു വരാൻ തുടങ്ങിയിരിക്കുന്നു, അല്ല, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിന്റെ ചർച്ച ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങൾ പറയുന്നത് ഈ പ്രപഞ്ചം എല്ലാ കാലവും ഇങ്ങനെ നിലനിൽക്കുകയില്ല എന്നാണ്. ഇതിനൊരു അന്ത്യമുണ്ട് എന്ന് ശാസ്ത്രം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് 1400 കാലം മുമ്പ് നിരക്ഷരനായ ഒരു പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, സൂര്യൻ ജ്വലിക്കും, സൂര്യൻ പൊട്ടിപ്പിളരും, ആകാശം ചുവക്കും, ആകാശം പിളരും, ഭൂമി നെടുകെ പിളരും, ഭൂമി കിലുക്കം കുലുങ്ങും, ഭൂമി ആകെ തകിട് പൊടിയായി പോകുമെന്നൊക്കെ 1400 മുമ്പ് ഒരു പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ 1992 ജീവിച്ചിരിക്കുന്ന നമ്മൾ ഈ ഉത്തരാർദ്ധത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഈ പറഞ്ഞതിനെ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമല്ലേ സഹോദരന്മാരെ? അത് നമുക്ക് അത്ഭുതകരവും ആനന്ദകരവുമല്ലേ? പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ മോഡേൺ സയൻസ്, ആധുനിക ശാസ്ത്രം ശരിവെക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന സംഗതി എത്രയെത്ര മധുരോദാരമാണ്, എത്രയെത്ര മധുരതരമാണ്, എത്രയെത്ര ആഹ്ലാദജനകമാണ്. ആ വക കാര്യങ്ങളിൽ ശാസ്ത്രത്തിന്റെ സഹായം, ശാസ്ത്രവിജ്ഞാനത്തിന്റെ സഹായം തീർച്ചയായും സ്വീകരിക്കുവാൻ മതവിശ്വാസികൾക്ക് സാധിക്കുന്നതുമാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിന്റെ ചർച്ചയിൽ ഒരു തെറ്റിദ്ധാരണ ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു. മതം ശാസ്ത്രത്തിന്റെ ശത്രുവാണ്, അല്ലെങ്കിൽ ശാസ്ത്രം മതത്തിന്റെ ശത്രുവാണ് എന്ന് ചില ആളുകൾ ധരിച്ചു വശായിട്ടുണ്ട്. അത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. മതം ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നു, ശാസ്ത്രം വേറെ ഒരു ഭാഗത്ത് പ്രവർത്തിക്കട്ടെ. ശാസ്ത്രത്തിന്റെ സിദ്ധി ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഈ മൈക്ക് ശബ്ദിക്കുമായിരുന്നില്ല. ശാസ്ത്രത്തിന്റെ സിദ്ധിയില്ലായിരുന്നെങ്കിൽ ഈ ബൾബ് കത്തുമായിരുന്നില്ല. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ സുഹൃത്തുക്കൾ ഈ കാണുന്ന യന്ത്രം ഇവിടെ വെച്ചുകൊണ്ട് ഈ പ്രസംഗങ്ങളും യോഗങ്ങളും ഒക്കെ കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഇവനിവിടെ വന്നത്, നിങ്ങളിവിടെ വന്നത്, ഇവനിവിടെ പറഞ്ഞത് റെക്കോർഡാക്കി സൂക്ഷിക്കുന്ന ഒരവസ്ഥാവിശേഷം ശാസ്ത്രത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമായിരുന്നില്ല. കണ്ണിന്റെ ദ്വാരം കൊണ്ട് നോക്കുന്ന ഒരു കൊച്ചു യന്ത്രത്തിലൂടെ നിങ്ങളുടെ രൂപങ്ങൾ ചിത്രമായിട്ടെടുത്ത് അതേ രൂപത്തിൽ സൂക്ഷിക്കാൻ ശാസ്ത്രത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ, ഫോട്ടോഗ്രാഫി എന്ന ആ ശാസ്ത്രത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് സാധിക്കുമായിരുന്നില്ല. ഈ സാധനങ്ങളൊക്കെ മതി ആഖിറത്തിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ. മനുഷ്യന്റെ ജീവിതം ലോകത്ത് റെക്കോർഡാക്കേണ്ടതെന്നല്ലേ ഖുർആന്റെ വലിയൊരു വാദം. എല്ലാം റെക്കോർഡാക്കേണ്ട സൂക്ഷിച്ചോ എന്നാണ് അള്ളാഹു ഇടക്കിടക്ക് പറയുന്നത്. നീ എന്ത് ചെയ്തോ റെക്കോർഡാണ്, നീ എന്ത് പറഞ്ഞോ റെക്കോർഡാണ്, നീ എവിടെ അനങ്ങിയോ അത് റെക്കോർഡാണ്. മോഡേൺ സയൻസിന്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം മനുഷ്യ ജീവിതത്തിന്റെ സകലമാന ചലനങ്ങളും റെക്കോർഡാക്കാൻ കഴിയുമെന്നാണ്. ആ റെക്കോർഡാക്കുന്നതിന്റെ തെളിവുകൾ ഈ വേദിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് നമ്മുടെ ചർച്ച എത്തിയിട്ടില്ല. അവിടെ എത്തുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പരിശോധിക്കാം. ഞാൻ പറയുന്നത് ശാസ്ത്രം മതത്തിന്റെ ശത്രുവല്ല. മതമോ അതിനേക്കാൾ വളരെ വിശാലമായ കാര്യങ്ങളെക്കുറിച്ച്, ശാസ്ത്രത്തിന് പോലും ചെന്നെത്താൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച്, അവന്റെ യാത്രയെക്കുറിച്ച്, അവന്റെ യാത്രയിലെ ഘട്ടങ്ങളെക്കുറിച്ച് എല്ലാം അവന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനെ നല്ലതേത് തീയതേത് എന്നവനെ പഠിപ്പിക്കുന്ന രീതിയാണ് മതം. ഈ മതവും ശാസ്ത്രവും തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. മതത്തിന്റെ പണി മതം ചെയ്തോട്ടെ, ശാസ്ത്രത്തിന്റെ പണി ശാസ്ത്രം ചെയ്തോട്ടെ, രണ്ടും സഹായിക്കാണ് വേണ്ടത്. കണ്ടില്ലേ, ഈ മൈക്ക് ഇവിടെ പ്രവർത്തിക്കുന്നു, ഇത് ശാസ്ത്രമാണ്. ഇതിലൂടെ പറയുന്ന കാര്യം മതപരമായ കാര്യമാണ്. ഏറ്റുമുട്ടുന്നുണ്ടോ? ഇല്ല, കൈകോർത്ത് പിടിക്കുകയാണ്. ഈ സഹകരണമാണ് ഇന്ന് ആവശ്യം, മതവും ശാസ്ത്രവും തമ്മിൽ. പക്ഷേ മതവും ശാസ്ത്രവും തമ്മിൽ ചിലപ്പോൾ ഏറ്റുമുട്ടാറുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. എപ്പോ, എവിടെ? ശാസ്ത്രത്തിന്റെ അല്പവിവരജ്ഞന്മാരായ അനുയായികളാണ് ആ കുഴപ്പമുണ്ടാക്കാറുള്ളത്. കുറച്ച് ശാസ്ത്രം പഠിക്കുമ്പോഴേക്ക് എല്ലാം പഠിച്ചു എന്ന് പറയുന്ന ആളുകൾ, അവരാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. അതായത് തുറന്നു പറഞ്ഞാൽ ഒരു SSLCയോ പ്രീ ഡിഗ്രിയോ
ഒരു BSCയോ MSCയോ ഏറിയാലൊരു ഡോക്ടറേറ്റോ ഏതെങ്കിലും ഒരു ശാസ്ത്ര ശാഖയിൽ എടുക്കുമ്പോഴേക്ക് ദൈവമില്ല, അവൻ പ്രഖ്യാപിച്ചു കളഞ്ഞു. ലോകത്തിന് അന്ത്യമില്ല, അവൻ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ ലോകം വെറുതെ ഉണ്ടായതാണ്, സ്വയംഭൂവാണ്, അത് ശാസ്ത്രീയമായിട്ടുണ്ടായതാണ്, അവനങ്ങ് പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ വിശകലനത്തിൽ പോലും എത്തിപ്പെടാത്ത കാര്യങ്ങളെ ശാസ്ത്ര പൂജകന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ചില സുഹൃത്തുക്കൾ അതിരുകടന്നിട്ട് അവതരിപ്പിക്കുവാനും സിദ്ധാന്തിക്കുവാനും തുടങ്ങി. അതാണ് ശാസ്ത്രവും മതവും തമ്മിൽ സംഘട്ടനമുണ്ടോ എന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കിയത്. അത് ആദ്യം ഉണ്ടായത് യൂറോപ്പിലാണ്, ഇവിടെയല്ല. യൂറോപ്പിലാണ് മതവും ശാസ്ത്രവും തമ്മിൽ ആദ്യത്തെ സംഘട്ടനം ഉണ്ടാകുന്നത്. അതിന് കാരണം ഇസ്ലാമും അല്ല, വേറെ ചില മതങ്ങളുടെ ചുറ്റുപാടുകളാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അത് പറയുമ്പോൾ വേറെ ചിലതൊക്കെ പറയേണ്ടി വരും. ചില മതങ്ങൾ ശാസ്ത്രത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ എന്തെങ്കിലും ഒരു സിദ്ധാന്തം പറയുമ്പോഴേക്ക് അവനെ തൂക്കിലേറ്റാൻ വരെ ചില ആളുകൾ മുന്നോട്ട് വന്നു. ഉദാഹരണമായിട്ട് എൻ്റെ സഹോദരങ്ങൾ കേട്ട് കാണും, ഒരു ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞു സൂര്യൻ ചലിക്കുന്നു. അന്നത്തെ ഒരു മതം പറഞ്ഞു സൂര്യൻ ചലിക്കുന്നില്ല. യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട മതം പറഞ്ഞു സൂര്യൻ ചലിക്കുന്നില്ല. ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു സൂര്യൻ ചലിക്കുന്നു. അതിനെതിരെ വിപ്ലവമുണ്ടായി, ഒച്ചപ്പാടുണ്ടായി. അപ്രകാരം തന്നെ ഭൂമി ചലിക്കുന്നു എന്നൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു. വേറെ ചില ആളുകൾ പറഞ്ഞു, അന്നത്തെ മതപുരോഹിതന്മാർ പറഞ്ഞു ഭൂമി ചലിക്കുന്നില്ല. കോപ്പർനിക്കസിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കോപ്പർനിക്കസ് പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഭൂമിക്ക് ചലനമുണ്ട്. ഈ മതപുരോഹിതന്മാർ പറഞ്ഞു ഇല്ല. ഇദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ തീർച്ചപ്പെടുത്തി. പള്ളിയിലേക്ക് കൊണ്ടുവന്നു, ചർച്ചിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് ആണയിട്ട് പറയിപ്പിച്ചു, ഭൂമി ഇളകുന്നില്ല എന്ന് പറ. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു ഭൂമി ഇളകുന്നില്ല, ഭൂമി ഇളകുന്നില്ല, ഭൂമി ഇളകുന്നില്ല. ജീവൻ ബാക്കി കിട്ടാൻ, സമുദായത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞു. ചരിത്ര പുസ്തകത്തിൽ പറയുകയാണ്, ആ ദേവാലയത്തിന്റെ പടവുകൾ തിരിച്ചു വരുമ്പോൾ ഇറങ്ങി വരവേ ഈ ശാസ്ത്രജ്ഞനായ കോപ്പർനിക്കസ് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ജീവൻ രക്ഷപ്പെടുത്താൻ ഞാനാ പറഞ്ഞത് അവിടെ പറഞ്ഞുവെങ്കിലും ഞാൻ പിന്നെയും പറയുന്നു ഭൂമി ചലിക്കുന്നു, ഭൂമി ചലിക്കുന്നു, ഭൂമി ചലിക്കുന്നു. ഇങ്ങനെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ അടിച്ചമർത്താൻ മതപുരോഹിതന്മാർ ചില മതങ്ങളുടെ പേരിൽ ശ്രമിച്ചു. അപ്പൊ ശാസ്ത്രവും മതവും തമ്മിൽ സംഘട്ടനമായി. പക്ഷെ ഇങ്ങനെ ഒരു സംഘട്ടനം ഇസ്ലാമിന്റെ കാര്യത്തിൽ ഉത്ഭവിക്കുന്നേയില്ല. എന്തുകൊണ്ട്? ഇസ്ലാം ശാസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം സൂര്യൻ ചലിക്കുന്നു എന്ന് 14 പറഞ്ഞു. അന്ന് സൂര്യൻ ചലിക്കുന്നില്ല എന്നായിരുന്നു ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം. എന്നാൽ ഇന്ന് ശാസ്ത്രം പറയാൻ തുടങ്ങിയിരിക്കുന്നു സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ദീർഘമായിട്ട് കടന്നു ചെല്ലുന്നില്ല. എൻ്റെ സഹോദരങ്ങൾക്കറിയാൻ സാധിക്കും, ഈ കാറ്റ് അടിച്ചിട്ട് ആ കാറ്റിലൂടെ പൂമ്പൊടി പറന്നു വന്നിട്ട് ആൺപൂവിൻ്റെ പരാഗവും പെൺപൂവിൻ്റെ പരാഗവും തമ്മിൽ സമ്മേളിച്ചിട്ടാണ് വള്ളികളിലും മരങ്ങളിലും കായ്കളുണ്ടാകുന്നത് എന്ന് 14 മുമ്പ് അറേബ്യയിൽ ജീവിച്ചിരുന്ന കാട്ടറബികൾക്ക് അറിവുണ്ടായിരുന്നുവെന്നൊരു ഓറിയന്റലിസ്റ്റായ യൂറോപ്യൻ ചരിത്രകാരൻ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, കാറ്റടിച്ചിട്ട് പൂമ്പൊടി കാറ്റിൽ കൂടി പറന്നു പോകും. അങ്ങനെ പറന്നു പോകുന്ന പൂമ്പൊടി കാറ്റ് കൊണ്ടുപോയിട്ട് ഒരു പൂവിൻ്റെ പൊടി മറ്റേ പൂവിൽ കൊണ്ടുപോയിട്ടിട്ട് മനുഷ്യന്മാർക്കിടയിലും ജന്തുക്കൾക്കിടയിലും നടക്കുന്ന ഇണചേരൽ, സംസർഗം, അതുപോലുള്ളൊരു പരിപാടി വൃക്ഷങ്ങൾക്കിടയിലും സസ്യങ്ങൾക്കിടയിലും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൂവ് കായാവണത്. തുറന്ന് പറഞ്ഞാൽ മത്തങ്ങ ഉണ്ടാവണത് മത്തങ്ങയുടെ ആൺപൂവിൻ്റെ പരാഗം പെൺപൂവിൽ പോയി വീണിട്ടാണ്. അത് കൊണ്ടുപോയിട്ട് രണ്ടാളും ഇണക്കുന്ന ആൾ കാറ്റാണ് എന്ന് അറബികൾക്കറിയാമായിരുന്നു. കാട്ടറബികളായ ആളുകൾക്കറിയാമായിരുന്നുവെന്ന്. ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് 10-20 കൊല്ലമേ ആയിട്ടുള്ളൂ. എങ്ങനെ ഈ 14 നൂറ്റാണ്ട് കാലം മുമ്പ് കാട്ടറബികൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായി? പരിശുദ്ധ ഖുർആൻ അവരെ പഠിപ്പിച്ചു. പൂമ്പൊടിയുമായി കാറ്റുകളെ പറഞ്ഞയച്ചവനാണ് നാം എന്ന് ഈ അള്ളാഹുവിന്റെ ഗ്രന്ഥം അറബികൾക്ക് ഓതി കേൾപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചു. പൂമ്പൊടിയാണ് കാറ്റിലൂടെ കൊണ്ടുപോകുന്നത്, അതിലൂടെയാണ് കായ്കൾ ഉണ്ടാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ 14 മുമ്പ് പഠിപ്പിച്ചു. എവിടെ ഇസ്ലാമും ശാസ്ത്രവും തമ്മിൽ സംഘട്ടനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്? എവിടെ സംഘട്ടനം? അതിന്റെ ആവശ്യം എവിടെ? ഈ കയ്യിന്റെ വിരലിന്റെ തലപ്പ് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ഒരു അത്ഭുതമായി തീർന്നിരിക്കുകയാണ്. എന്താ കാരണം? എൻ്റെ വിരൽ തലപ്പുള്ള ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ, അത് ഞാൻ മാത്രമാണ്. ഇവിടെ 1000കണക്കിന് ജനങ്ങൾ സമ്മേളിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൈവിരലടയാളം നിങ്ങളുടെ ഒറ്റ മനുഷ്യന്റെ കൈമലുണ്ടാവില്ല.
നിങ്ങളുടെ അടയാളം വേറൊരാളെ കയ്യമ്മലും ഉണ്ടാവില്ല. എന്താ കാരണം? ഓരോരുത്തർക്കും ഓരോ വിരലടയാളം. അതുകൊണ്ടാണ് ഇന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ കുറ്റാന്വേഷണ ശാഖ വളരെ വളർന്നു കഴിഞ്ഞു. ഒരാൾ മറ്റൊരാളെ കൊന്നിട്ട് ഓടുന്ന ഓട്ടത്തിൽ ഇവൻ അറിയാതെ ഇവന്റെ കയ്യിന്റെ അടയാളം ഒരു ചുമരുമ പതിഞ്ഞാൽ മതി. ഇന്ത്യയിലൊന്നും അത് അത്ര വികസിച്ചിട്ടില്ല ആ ശാസ്ത്രം. ആ ഒരൊറ്റ അടയാളം വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കും. എങ്ങനെ? ആ അടയാളമുള്ള ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ. പിന്നെ എന്തുകൊണ്ട് കണ്ടുപിടിച്ചൂടാ? ഈ വിരലടയാളമുള്ള ഒരു മനുഷ്യനെ ഈ ലോകത്തുള്ളൂ, രണ്ടാളില്ല, ഒറ്റയാള്. ഇതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ 14 മുമ്പ് പറയുകയാണ്, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മരിച്ചുപോയാൽ അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധിക്കില്ലെന്നാണോ മനുഷ്യൻ കരുതി വെച്ചിട്ടുള്ളത്? മരിച്ചു പോയിട്ട് നീ എങ്ങനെയാണ് വീണ്ടും ജീവിക്കുക എന്ന് ചോദിച്ചു അന്നത്തെ അറബികൾ. ഇന്നും ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യം പുതിയതല്ല. ചില ആളുകൾ പറയുന്നു അത് പുരോഗമനത്തിന്റെ ചോദ്യമാണെന്ന്. ആ ചോദ്യം പഴഞ്ചൻ ചോദ്യമാണ്. റസൂൽ ഉണ്ടായിരുന്ന കാലത്ത് ചോദിച്ച ചോദ്യമാണ്. എങ്ങനെയാണ് മരിച്ചു പോയിട്ട് മണ്ണടിഞ്ഞു പോയിട്ട് അസ്ഥി പഞ്ചരമായിട്ട് മണ്ണോട് ചേർന്ന ഈ മനുഷ്യന്റെ ശരീരം എങ്ങനെ രണ്ടാമതും ഒരുമിച്ച് കൂട്ടുക? എങ്ങനെ പിന്നെ വിചാരണ നടത്തുക? എങ്ങനെ ഈ കണ്ണും മൂക്കും കാതും ഒക്കെ ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ രണ്ടാമതുണ്ടാക്കുക? ഈ ആരോപണത്തിന് ഖുർആൻ ഉത്തരം പറയുകയാണ്, യഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. മരിച്ചുപോയാൽ മനുഷ്യന്റെ അസ്ഥി പഞ്ചരങ്ങളെ രണ്ടാമത് നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ലെന്നാണോ മനുഷ്യൻ വിചാരിച്ചിട്ടുള്ളത്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അങ്ങനെയല്ല കേട്ടോ കാര്യം. അവന്റെ കയ്യിന്റെ വിരലടയാളം ശരിപ്പെടുത്തി കൊടുത്തവനാണ് നാം. അവന്റെ വിരലടയാളം ശരിപ്പെടുത്തി കൊടുത്ത നമുക്ക് മരിച്ചു പോയാൽ അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുക പ്രയാസമല്ല. ഒരുവന് ഒരു വിരലടയാളം മാത്രം. എവിടെയോ ഒരു അബ്ദുൽ കരീം ഉണ്ടെങ്കിൽ, എവിടെയോ ഒരു രാമൻകുട്ടി ഉണ്ടെങ്കിൽ, രാമൻകുട്ടിയുടെ വിരലടയാളം രാമൻകുട്ടിക്ക് മാത്രം, അബ്ദുൽ കരീമിന്റെ വിരലടയാളം അബ്ദുൽ കരീമിന് മാത്രം, ജോസഫിന്റെ വിരലടയാളം ജോസഫിന് മാത്രം. ഒരു വിരലടയാളമുള്ള ഒരാളെ അള്ളാഹു ജനിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിരലടയാളം പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നൽകാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടായി? അതിൽ തന്നെ ചിന്തിക്കുന്നവർക്കൊരു ദൃഷ്ടാന്തമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഖുർആൻ ഗൗരവമുള്ള ഗ്രന്ഥമാണ്. ഈ ഖുർആൻ ക്ഷണിക്കുന്നതും ഗൗരവമുള്ള വിഷയത്തിലേക്കാണ്. ഓരോ മനുഷ്യനെയും സൃഷ്ടിപ്പിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെ അള്ളാഹു വ്യക്തമായിട്ട് മനുഷ്യ സമുദായത്തിന്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ശാസ്ത്രവും മതവും തമ്മിൽ സംഘട്ടനം വേണ്ട. ബുദ്ധിക്കും യുക്തിക്കും വിധേയമായ കാര്യങ്ങളെപ്പറ്റി മാത്രം അഭിപ്രായം പറയാനേ ശാസ്ത്രത്തിന് കഴിയുള്ളൂ. ആദ്യം ശാസ്ത്രത്തിന്റെ വക്താക്കൾ മനസ്സിലാക്കണം, ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും അറിയാൻ കഴിയുന്ന കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാൻ ശാസ്ത്രത്തിന് സാധിക്കും. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും അറിയാൻ കഴിയാത്ത കാര്യങ്ങളോ? മരണം. ഇത് ഏത് ബുദ്ധി കൊണ്ടാണ് മനസ്സിലാവുക? മരിച്ച ആരെങ്കിലും തിരിച്ചു വരണ്ടേ? മരിച്ച ഏതെങ്കിലും മനുഷ്യൻ തിരിച്ചു വന്ന് പറഞ്ഞു തരണ്ടേ എങ്ങനെയാണ് ഞാൻ മരിച്ചതെന്ന്? അത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ മരിച്ചിട്ട് രണ്ടാമത് ജീവിച്ചു എന്ന് പറയുന്ന ചില ആളുകളുമായി ഇന്റർവ്യൂ നടത്തിയ ഒരാൾ അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ട്. 150 ആളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകം ഞാൻ വായിച്ചു, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതം എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ ഈ വിഷയത്തിന്റെ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമുള്ളത് കൊണ്ടാണ് ആ പുസ്തകം ഞാൻ വരുത്തിച്ചത്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന പുസ്തകത്തിൽ ഡോക്ടർ റോബർട്ട് മൂഡി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഡോക്ടർ റോബർട്ട് മൂഡി പറയുന്നു, മരിച്ച ശേഷം വീണ്ടും ജീവിച്ച 150 ആളുകളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സംഗതി എന്ന് തീർത്ത് പറയാൻ വളരെ ചിന്തിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മരിച്ചു പോയതാണോ അതോ മരിച്ചിട്ട് ജീവൻ എവിടെയെങ്കിലും പോയി പണ്ട് നമ്മൾ പാമ്പൊളിച്ചവരെ പറ്റി പറഞ്ഞാൽ ഒളിച്ചതാണോ? പറയാൻ പറ്റൂല. പണ്ട് പാമ്പ് കടിച്ചിട്ട് മരിച്ചവരെ പറ്റി പറയാറുണ്ടായിരുന്നത്രേ. പല ആളുകളെയും കബറിൽ കൊണ്ടുവെക്കുമ്പോൾ ജീവൻ ഉണ്ടാവും, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടേ അവരെ കബറടക്കം ചെയ്യാറുള്ളൂ. മരിച്ച മാതിരിയൊക്കെ തോന്നും, ജീവൻ എവിടെ പോയിട്ട് ഒളിച്ചതാണ്. അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഏതായാലും ഡോക്ടർ മൂഡി പറയുന്ന കാര്യം നിരന്തരമായ പഠനത്തിനും ഗവേഷണത്തിനും വിഷയീഭവിക്കേണ്ട കാര്യമാണ്. ഏതായാലും ബുദ്ധിക്കും യുക്തിക്കും കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാനേ സയൻസിന് കഴിയൂ. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചോ, ഉദാഹരണമായിട്ട് ആത്മാവ് തന്നെ ഏറ്റവും നല്ല ഉദാഹരണം ആത്മാവാണ്. എൻ്റെ കയ്യിനെ പറ്റി ശാസ്ത്രത്തിന് അഭിപ്രായം പറയാം.
എൻ്റെ കണ്ണിനെ പറ്റി ശാസ്ത്രത്തിന് അഭിപ്രായം പറയാം. എൻ്റെ റെറ്റിന എവിടെയാണ്, എൻ്റെ പുരികം എവിടെയാണ്, എൻ്റെ കയ്യിൻ്റെ ഫിംഗേഴ്സിൻ്റെ ബോൺസിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് ഘടിപ്പിച്ച് വെച്ചിട്ടുള്ളത്, ശാസ്ത്രത്തിന് അഭിപ്രായം പറയാം. എൻ്റെ ഹൃദയത്തിലേക്ക് ബ്ലഡ് എങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, ശാസ്ത്രത്തിന് അഭിപ്രായം പറയാം. എൻ്റെ ഒരു മനുഷ്യൻ്റെ ഡൈജഷൻ, അവൻ്റെ ശയനം, അവൻ്റെ ദഹനവ്യൂഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ശാസ്ത്രത്തിന് അഭിപ്രായം പറയാം. പക്ഷേ എൻ്റെ കണ്ണുകളെ കാണാൻ സഹായിക്കുന്ന, എൻ്റെ കയ്യിനെ ഇളകാൻ സഹായിക്കുന്ന, എൻ്റെ കാലുകളെ നടക്കാൻ സഹായിക്കുന്ന, എൻ്റെ ബുദ്ധിയെ ചിന്തിക്കാൻ സഹായിക്കുന്ന ആത്മാവ് എന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എൻ്റെ ശരീരത്തിലുണ്ട്. അതാണ് ഞാൻ. ഈ കാണുന്നതല്ല ഞാൻ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ 2 കണ്ണല്ല, അവൻ്റെ മൂക്കല്ല, അവൻ്റെ കൈയല്ല, അവൻ്റെ കാലല്ല, അവൻ്റെ ശരീരമല്ല. ആ ശരീരത്തിനകത്തുള്ള ആത്മാവാണ്. മരിക്കുമ്പോൾ ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. ആത്മാവിനൊരു കേടുപാടും സംഭവിക്കുന്നില്ല. ഒരു കൂട് വിട്ട് വേറെ ഒരു കൂട്ടിലേക്ക് പറന്നു പോകുന്ന കിളിയെപ്പോലെ ആത്മാവാകുന്ന ഈ കിളി കൂട് വിട്ട് ഓടിപ്പോവുകയാണ്. ദേഹമാകുന്ന കൂടെ, ദേഹി എന്ന പറവയെ നിങ്ങൾ 2 പേരും വേറിട്ട് പോവുക എന്ന് അസ്രായീൽ അങ്ങ് പറയുമ്പോൾ അലൈഹിസ്സലാം മരണത്തിന്റെ സമയത്തതാ റൂഹ് വിട്ട് പറന്നു പോവുകയാണ്. ഈ റൂഹ് എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് ശരീരത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്, ഒരു സയൻസിനും പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആത്മാവ് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും പഠിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള വഴി എന്താണ്? പഠിക്കണം, മനസ്സിലാക്കണം. ആത്മാവിന് അങ്ങനെ വിടാൻ കഴിയില്ല. മനുഷ്യ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് അവന്റെ സ്പിരിറ്റ്, അവന്റെ സോൾ, അവന്റെ ആത്മാവ്. എങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം. പഠിക്കാനുള്ള ഒരേ ഒരു വഴിയാണ് അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. 1.25 ലക്ഷം പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് അയച്ചു കൊടുത്തു. അവരിലൂടെ പഠിപ്പിച്ചു എന്താണ് ജീവിതം, എന്താണ് ജീവിതത്തിന്റെ രഹസ്യം, ആത്മാവിനെ ആരാണ് നൽകിയത്, മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം, ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നത് എന്താണ്, ആത്മാവിനെ വിജയിപ്പിക്കുന്നത് എന്താണ്, എല്ലാം പഠിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ആ വക കാര്യങ്ങൾക്ക് മതത്തിന്റെ വിജ്ഞാനത്തെ ആശ്രയിക്കല്ലാതെ ഒരു വഴിയില്ല. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ കണ്ടെത്തിയതൊക്കെ ഒരു മൂല മാത്രമാണ്, വേറെ എന്തൊക്കെയോ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ശാസ്ത്ര പുസ്തകങ്ങൾ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ നിങ്ങൾ വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവും. കാരണം ദൈവം ഉണ്ട് എന്നാണ് അവരൊക്കെ സിദ്ധാന്തിക്കണത്. ഇതില്ല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുറച്ച് സയൻസ് പഠിക്കാൻ തുടങ്ങുന്ന ആളുകളാണ്. ഉദാഹരണമായിട്ട് ലോകത്ത് അറിയപ്പെടുന്ന കുറെ ശാസ്ത്രജ്ഞന്മാരെ പേരുകൾ എനിക്ക് പറഞ്ഞുതരും. എയിൻസ്റ്റീനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എയിൻസ്റ്റീൻ ആറ്റം ബോംബ് കണ്ടുപിടിക്കാൻ ആവശ്യമായ സിദ്ധാന്തം ലോകത്തിന് നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്തെക്കുറിച്ച് പഠിച്ചിടത്ത് മുഴുവൻ ഞാൻ ദൈവത്തിന്റെ കൈ കാണുന്നു, ഡിവൈൻ ഹാൻഡ് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. ഡിവൈൻ ഹാൻഡ്, ദൈവത്തിന്റെ കൈയാണ് ഞാൻ കാണുന്നത്. ഞാൻ കിഴക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ കരം, പടിഞ്ഞാറ് നോക്കുമ്പോൾ ദൈവത്തിന്റെ കരം, ഞാൻ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ദൈവത്തിന്റെ കരം, ഞാൻ അണുവിനെ വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ കരം, സകല വിജ്ഞാന ശാഖകളിലും ഞാൻ അവന്റെ മായാവിലാസം കണ്ടുമുട്ടുന്നു. പിന്നെ ആരാണ് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു ന്യൂട്ടനെ കുറിച്ച്. ന്യൂട്ടന്റെ ഒരു വലിയ കണ്ടുപിടുത്തം ലോകത്തിന് വലിയ സംഭാവന നൽകി. ഒരു സാധനത്തെ ഭൂമി ആകർഷിക്കുന്നു എന്ന് ആദ്യമായിട്ട് മനുഷ്യനെ പഠിപ്പിച്ച ആള് സർ ഐസക് ന്യൂട്ടനാണ്. ഒരു ദിവസം തൻ്റെ വീട്ടിലെ ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ കാറ്റുകൊള്ളാൻ ന്യൂട്ടൻ പോയി ഇരുന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആ വലിയ സിദ്ധാന്തം ലോകത്തിന് ലഭിക്കുമായിരുന്നില്ല. ന്യൂട്ടൻ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വേണ്ടി ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നപ്പോൾ ഒരു ആപ്പിൾ ഇങ്ങോട്ട് വീണു. ന്യൂട്ടൻ ആലോചിച്ചത് എന്താ അത് കീഴ്പോട്ട് വീഴാൻ, എന്തുകൊണ്ട് മേൽപോട്ട് പോയില്ല എന്നാണ്. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരായ ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. അവരെപ്പോഴും എതിരായിട്ട് ചിന്തിക്കും. എതിരായിട്ട് ചിന്തിക്കുന്നവർക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാനും കഴിയൂ. ഒഴുക്കിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നവർക്ക് ലോകത്തിന് പുതിയതൊന്നും കൊടുക്കാൻ കഴിയില്ല. ഒഴുക്കിനെതിരെ ചിന്തിക്കണം. ഒഴുക്കിനെതിരെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ലോകത്തിനൊരു നന്മ നൽകാൻ സാധിക്കൂ. ന്യൂട്ടൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ആപ്പിൾ താഴോട്ട് വന്നു, എന്തുകൊണ്ട് മേലോട്ട് പോയില്ല. അങ്ങനെ പഠിച്ചപ്പോൾ ന്യൂട്ടൻ കണ്ടെത്തി, ഭൂമിക്കൊരു സ്വഭാവമുണ്ട്. ഏത് സാധനത്തെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ഭൂമി പിടിച്ചു വലിച്ച് ആകർഷിക്കുന്നു. ആപ്പിൾ വീഴാൻ പോകുമ്പോഴേക്ക് ഭൂമി പിടിച്ചു വലിച്ചു. അതാണ് ഗ്രാവിറ്റേഷൻ തിയറി, ആകർഷണ സിദ്ധാന്തം. ഇത് കണ്ടുപിടിച്ച സർ ഐസക് ന്യൂട്ടൻ ലോകത്തോട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ ദൈവീകമായ പല സംഗതികളും നടക്കുന്നു, അത് മുഴുവൻ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രയാസമാണ്. ഇനി ആരാ ശാസ്ത്രജ്ഞൻ? മനുഷ്യൻ കുരങ്ങിലൂടെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞ ആളാണ് ഡാർവിൻ. ആ ഡാർവിൻ വരെ പറഞ്ഞത് ദൈവത്തിനെ ഞാൻ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എൻ്റെ പഠനം കൊണ്ട് എന്നാണ്. ഡാർവിൻ ദൈവവിശ്വാസിയായിരുന്നു. അത് ഏറ്റവും വലിയ അത്ഭുതമാണ്. ചില ആൾക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് മനുഷ്യൻ കുരങ്ങുന്നുണ്ടായി എന്ന് പറഞ്ഞ ഡാർവിൻ ദൈവവിശ്വാസിയല്ല എന്നാണ്. ഡാർവിൻ ഒരു ഒന്നാന്തരം ദൈവവിശ്വാസിയായിരുന്നു. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ദൈവനിഷേധികളാണെന്ന ആ സിദ്ധാന്തം ശരിയല്ല.
യഥാർത്ഥമായ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ കഴിവുകളെ കണ്ടെത്താൻ സാധിക്കും, സൃഷ്ടാവിനെ അറിയാൻ സാധിക്കും. ശാസ്ത്രത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് മതം അഭിപ്രായം പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ഒരു സന്മനസ് ശാസ്ത്രത്തിന്റെ ആളുകളും കാണിച്ചാൽ മതി. എന്നാൽ ഈ കുഴപ്പവിടെ അവസാനിക്കും, മതവും ശാസ്ത്രവും തമ്മിലുള്ള ഏറ്റുമുട്ടല്. അങ്ങനെയുള്ള ഒരു ശാസ്ത്രമാണ് പരലോകം. ആ പരലോകം ഖുർആൻ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു. തമാശ പോലെ ഖുർആൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. വളരെ അതീവമായ ഗൗരവത്തിന്റെ ഭാഷയിൽ പരിശുദ്ധ ഖുർആൻ അതിനെ ചർച്ച ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ ചർച്ചയുടെ തന്നെ പ്രിയപ്പെട്ടവരെ ഒരു അടിസ്ഥാനം ഖുർആനാണ്. അധികവും ഈ ചർച്ചയിൽ ഉദ്ധരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഏക ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ഇതിന് ഖുർആന്റെ സമ്മേളനം എന്ന് വിളിച്ചാൽ പോലും ഈ സമ്മേളനത്തിന് വിരോധമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ പാറപ്പുറത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ഖുർആൻ സമ്മേളനമാണ്. ഖുർആൻ പരലോകത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ അന്വേഷണം. എന്നിട്ട് ശാസ്ത്രം അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? ഖുർആൻ പറഞ്ഞതിന് വ്യാഖ്യാനമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ എന്ത് കാണുന്നു? റമദാൻ ശരിക്ക് ഖുർആനെ പറ്റി ചർച്ച ചെയ്യാനുള്ള നല്ല അവസരമാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഈ റമദാൻ എന്ന് അല്ലാഹു പറയുന്നു. എങ്കിൽ ആ റമദാൻ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരവുമായിരിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ലോകത്തിന്റെ മുമ്പാകെ വെച്ചു. പലതും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനിയും ചിലത് തെളിയാനിരിക്കുന്നു. പലതും തെളിഞ്ഞു, ചിലത് തെളിയാൻ പോണ്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ. ഏഴാം ആകാശം എന്നൊക്കെ ഉണ്ടല്ലോ ഖുർആനിൽ. ആകാശം ഏഴാന്നാണ് ഖുർആന്റെ സിദ്ധാന്തം. സബ്അ സമാവാത്ത് ഖുർആൻ എപ്പോഴും പറയുന്നു ഏഴാകാശം. മലക്കുകൾ ഏഴാകാശത്തു നിന്നും ഇറങ്ങി വരികയാണ്. പരലോകത്തുള്ള ഒരു കാഴ്ചയെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്. മഹ്ശറ മൈതാനിയിൽ ആളുകൾ സമ്മേളിച്ചിരിക്കുന്ന നേരത്ത് അള്ളാഹു എവിടെ എന്നെല്ലാവരും ചോദിക്കുമ്പോൾ റസൂല് ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീണ് കിടക്കുകയാണ്. അള്ളാഹുവേ ഒന്ന് എഴുന്നള്ളണേ. ആളുകൾ അവിടെ കാത്തിരിക്കുകയാണ്. ജനങ്ങൾ കഷ്ടപ്പാടിലാണ്. വിചാരണ ഒന്ന് തുടങ്ങണേ. കോടാനുകോടി വർഷങ്ങൾ വരെ മഹ്ശറയിൽ നിർത്തിയേക്കുമെന്ന് പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് കടന്നു ചെന്നുകൊണ്ട് സുജൂദിൽ വീണ് കിടക്കുമ്പോൾ അള്ളാഹു വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. മുഹമ്മദേ എഴുന്നേൽക്ക്, ഞാനിതാ വരാൻ പോണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് തിരിച്ചെത്തി ജനങ്ങൾക്കിടയിലെത്തുമ്പോൾ ആളുകൾ ചോദിക്കുന്നു അള്ളാഹു എവിടെ? റസൂല് പറയുന്നു അള്ളാഹു എഴുന്നള്ളാൻ പോവുകയാണ്. പെട്ടെന്നതാ കോടാനുകോടി വരുന്ന തലമുറകൾ മഹ്ശറ മൈതാനിയിൽ സമ്മേളിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമ്മേളനം ചേർന്നുകൊണ്ടിരിക്കെ എന്തെന്നില്ലാത്ത ഒരു ശബ്ദം മുഴങ്ങുകയാണ്. അള്ളാഹു വരികയാണോ എന്ന് നോക്കുമ്പോൾ അള്ളാഹു അല്ല, ഒന്നാം ആകാശത്തിലെ മലക്കുകൾ വന്ന് ചേരുകയാണ്. ഈ ഭൂലോകത്ത് ജീവിച്ചു പോയ സകല മനുഷ്യരുടെയും എണ്ണം എത്രയുണ്ടോ അതിലേറെയുണ്ട് ഒന്നാം ആകാശത്തിലെ മലക്കുകളെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലം പറയുകയാണ്. അവരോട് ആളുകൾ ചോദിക്കുന്നു അല്ല എവിടെ? അല്ല ഒന്ന് എഴുന്നള്ളുമോ? മലക്കുകൾ പറയുന്നു അല്ല ഇറങ്ങാൻ പോണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരു ഭീകരമായ ശബ്ദം കേൾക്കുന്നു. അപ്പോഴേക്ക് ആകാശഗോളങ്ങളൊക്കെ അങ്ങ് തിളങ്ങുകയാണ്. അന്ന് ആകാശം ഗോളം ഉണ്ടാവുമെന്നായിരിക്കും അപ്പൊ സംശയം. ഇതൊക്കെ നശിപ്പിച്ചിട്ട് രണ്ടാമത് സൃഷ്ടിക്കുന്നാണ് ഖുർആൻ പറയുന്നത്. ഒക്കെ നശിപ്പിച്ച് തകർത്ത് തെരിപ്പണാക്കിയിട്ട് രണ്ടാമതൊരു സൃഷ്ടിയുണ്ട്. അതും സയൻസ് അംഗീകരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും രസകരമായ സംഗതി. ഇപ്പൊ ശാസ്ത്രം പറഞ്ഞത് സിംഗുലാരിറ്റിയിൽ നിന്ന് തുടങ്ങിയ പ്രപഞ്ചം സിംഗുലാരിറ്റിയിലേക്ക് മടങ്ങുന്നതാണ്. തുടങ്ങിയിടത്തേക്ക് മടങ്ങുന്നു. അതായത് ആ സൃഷ്ടി പിന്നെയും നടക്കുന്നതാണ്. ആലോചിക്കണം, അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാരെങ്ങനെ അംഗീകരിക്കുന്നു എന്ന് ചെറുപ്പക്കാരെ നിങ്ങൾ ഇന്ന് ചിന്തിക്കണം. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടിയതും കേട്ടതും പറഞ്ഞതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലായ അമലാണ്. രണ്ടാം ആകാശത്തിലെ മലക്കുകൾ വന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ അവരോട് ചോദിക്കുന്നു അള്ളാഹു എവിടെ? അള്ളാഹു എഴുന്നള്ളാൻ പോവുകയാണെന്ന് അവരും പറയും. അപ്പോഴേക്ക് ആകാശഭൂമികളെല്ലാം എന്തെന്നില്ലാത്ത വെളിച്ചം കൊണ്ട് പരക്കുന്നു. അങ്ങനെ 7 ആകാശത്തിലെ മലക്കുകളും ഇറങ്ങി വന്ന ശേഷം രാജതമ്പുരാനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് മഹ്ശറ മൈതാനിയിലേക്ക് ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുകയാണ്.
അള്ളങ്ങനെ ഇറങ്ങി വരുന്ന രംഗങ്ങനെ കണ്ണോണ്ട് കണ്ടിട്ട് ആസ്വദിക്കുന്നവനാണ് സത്യവിശ്വാസി മുഅ്മിൻ. അതിനേക്കാളും രസമുള്ളൊരു കാഴ്ച ഇനി കണ്ണുകൊണ്ട് വേറെ കാണാനില്ല. അള്ളാനെ കാണാം. ഈ ലോകത്ത് എന്തെങ്കിലും ഒരു ചെറിയ സൗന്ദര്യം കാണുമ്പോഴാണ് മനുഷ്യൻ നോക്കിക്കണം. എന്തോ ഒരു ചൊറുക്കുള്ള പൂവ്, എന്തോ ഒരു ചൊറുക്കുള്ള കെട്ടിടം, എന്തോ ഒരു ചൊറുക്കുള്ള സൂര്യൻ, എന്തോ ഒരു അഴകുള്ള നക്ഷത്രം, എന്തോ ഒരു രസമുള്ള കടൽ, എന്തോ ഒരു കാണാൻ ചന്തമുള്ള സന്ധ്യ, എന്തോ ഒരു രസമുള്ള നിലാവ്, എന്തോ ഒരു നല്ല സീനറി, എന്ത് നല്ല താഴ്വാരം, എന്ത് നല്ല പച്ച പുതപ്പ്, എന്ത് നല്ല കുന്ന് മാമലകൾ. പൊന്മുടി കാണുമ്പോൾ, ഊട്ടി കാണുമ്പോൾ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ. ഇതൊക്കെ പടച്ച ഓനെത്ര സൗന്ദര്യം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ആ നാഥന്റെ ബ്യൂട്ടി, അവന്റെ ചൊറുക്ക് എത്ര ഉണ്ടാവും. അത് കണ്ടിട്ട് കണ്ണുകൊണ്ട് സായൂജ്യമടയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് നമ്മൾ എപ്പോഴും ദ്വാരക്കണം. അതാണ് പറഞ്ഞത്, നോമ്പുകാരന് രണ്ട് ആനന്ദമുണ്ട് എന്ന് പറഞ്ഞെടുത്ത് റസൂൽ എന്താ പറഞ്ഞത്? ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഒരാനന്ദം, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദം. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടും നോമ്പുകാരനും അടിമയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് 7 ആകാശത്തിൻ്റെ കാര്യമാണ്. ഈ 7 ആകാശത്തിൽ 5 ശാസ്ത്രം കണ്ടെത്തി എന്ന് പറയാനാണ് ഞാൻ ഇപ്പം ഇത്രയും പറഞ്ഞത്. 7 ആകാശം 7 ആകാശം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന കാലം പോയി. ഇനി പറയാൻ പറ്റൂല. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പണ്ട് പറയായിരുന്നു, ഇവർക്കുണ്ട് കുറേ ആകാശത്തെ പറ്റി പറച്ചിൽ. ആകാശം ഒന്നേ ഉള്ളൂ, സ്കൈ, ഒറ്റൊന്ന് മാത്രം. എന്നാൽ അത് പറയാൻ കഴിയില്ല. ഇപ്പൊ ഏറ്റവും പുതിയ സയൻസിൽ പറയുന്നത് ഭൂമിക്ക് മീതെ 5 മണ്ഡലങ്ങളുണ്ട് എന്നാണ്. 5 കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ 2 കൂടി കണ്ടെത്തിക്കൊള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. 5 മണ്ഡലങ്ങളുണ്ട്. ആ 5 മണ്ഡലങ്ങൾക്ക് പേരുവിട്ടിരിക്കുന്നു. ഒന്ന് ട്രോപ്പോസ്ഫിയർ, 2 സ്റ്റാറ്റോസ്ഫിയർ, 3 ഗാമോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 മാഗ്നറ്റോസ്ഫിയർ. 5 മണ്ഡലങ്ങൾ ഭൂമിക്ക് മീതെയുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. 7 ആകാശമുണ്ട്. സബ്അ സമാവാത്തും, ആകാശം 7 പടച്ചവനാണ് അല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. 7 ആകാശങ്ങളെ പടച്ചവനാണവൻ. 7 ആകാശം. എന്തിനധികം ഈ മറ്റു ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്നുള്ള കാര്യം വരെ ഖുർആനെ വെച്ചിട്ട് ഗവേഷണം നടത്തേണ്ട വിഷയമാണ്. അതിലൊക്കെ ഉള്ള സൂചന ഖുർആനിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് വരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 7 ആകാശത്തിൽ 5 മണ്ഡലങ്ങളെ ശാസ്ത്രം കണ്ടെത്തി എന്ന് പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണം, അവൻ്റെ അന്ത്യമായ ലോകാവസാനം, അതുമായിട്ട് ഈ ശാസ്ത്രീയ സത്യങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അന്ത്യനാളിന് മതം കൊടുക്കുന്ന പ്രാധാന്യം ഇനി ഇവിടെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 1.25 ലക്ഷം അംബിയാ മുർസലീങ്ങൾ ഈ ലോകത്ത് വന്നിട്ട് ഊന്നിപ്പറഞ്ഞ 2 പ്രധാനപ്പെട്ട തത്വങ്ങൾ. ഒന്ന് അള്ളാഹുവിൻ്റെ ഏകത്വമായ തൗഹീദാണ്. 2 പരലോകമെന്ന ആഖിറമാണ്. പരലോകത്തിൽ വിശ്വസിക്കണേ എന്ന് പറയാതെ ഒരു പ്രവാചകനും ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞില്ല. എൻ്റെ സഹോദരന്മാർ അത്ഭുതപ്പെടും. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം പരലോകമാണ്, ഇഹലോകല്ല. അത് പറഞ്ഞിട്ട് ചില ആൾക്കാർ കളിയാക്കാറുണ്ട്. ഈ ലോകത്തെ കാര്യമൊന്നും പറയാതെ മരിച്ചു പോയിട്ടുള്ള കാര്യം പറയണ പുസ്തകം, ഇവിടെ നടക്കണ മനുഷ്യന്റെ കാര്യമൊന്നും പറയാനില്ലാതെ അവിടുത്തെ കാര്യം പറയണ പുസ്തകം. എന്നാ അവിടുത്തെ കാര്യം പ്രധാനമെന്ന് കാണുന്നവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് ഓരോരുത്തരുടെയും വീക്ഷണം പോലെ ഇരിക്കും. അവിടുത്തത് പ്രധാനമെന്ന് മനസ്സിലാക്കിയവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അത് പറയാൻ വേണ്ടി ചെലവഴിച്ചത്. എൻ്റെ സഹോദരന്മാർ ആലോചിച്ച് നോക്കൂ, അതല്ലേ ഗൗരവം? ഒരു മനുഷ്യന് ഈ ഭൂമിയിലുള്ള ആയുസ് എത്രയാണ്? ആധുനിക ശാസ്ത്രം പറയുന്നു ഏറിയാൽ 180 കൊല്ലം. 180 കൊല്ലമേ ഒരാൾക്ക് ഭൂലോകത്ത് ജീവിച്ചിരിക്കാൻ കഴിയൂ എന്നാണ് സയൻസ് പറയുന്നത്. പക്ഷെ 150 കൊല്ലം ജീവിച്ചിരുന്ന ഒരാൾ ഇന്നത്തെ ലോകത്തില്ല. 100, 115, 120, 125 കൊല്ലമാകുമ്പോഴേക്ക് പത്രത്തിൽ ഫോട്ടോ വരാൻ തുടങ്ങും. റിക്കാർഡ് 125-ാമത്തെ വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യനിതാ എന്ന് പറയാൻ തുടങ്ങും. ഈ 125 എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. പക്ഷേ മരണശേഷം ഒരു ലോകമുണ്ടെങ്കിൽ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നവരോട് അല്ലാത്തവരോടാണ് ഞാൻ പറയണത്. അങ്ങനെ ഒരു ലോകം ഉണ്ട് എന്ന് കരുതുക. അവിടെ മനുഷ്യൻ നിത്യമായി ജീവിക്കൂന്ന് പറയുന്നു. അവിടെ അന്ത്യമില്ലാതെ ജീവിക്കൂന്ന് പറയുന്നു. ഏതാ പ്രധാനം? 30 കൊല്ലമോ 40 കൊല്ലമോ 50 കൊല്ലമോ 60 കൊല്ലമോ ജീവിക്കുന്ന ഭൂമിയിലെ താൽക്കാലികമായ താവളമോ,
അതോ കാലാകാലം അന്ത്യമില്ലാതെ ജീവിക്കുന്ന വരാൻ പോകുന്ന പരലോകമോ? ഏതാ പ്രധാനം? അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ഉണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഉണ്ട് എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനം. അതാണ് രക്ഷാശിക്ഷകളുടെ ലോകം. ഇത് പ്രവൃത്തിയുടെ ലോകമാണ്. അവിടെ നടക്കുന്നത് രക്ഷയും ശിക്ഷയുമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടെ ഈ വിഷയം ചർച്ച ചെയ്തിരിക്കുന്നു. ആധുനിക ശാസ്ത്രം ലോകാവസാനത്തെ പറ്റി പറയുന്ന ഏതാനും കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം, എന്നിട്ട് മരണത്തിലേക്ക് പ്രവേശിക്കാം. ആധുനിക ശാസ്ത്രം പറയുന്നു ഗാലക്സികൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗാലക്സി എന്നൊക്കെ പറഞ്ഞാൽ വിശദീകരിക്കാൻ ഞാൻ മുതിരുന്നില്ല. അങ്ങനെ നമ്മൾ വിശദീകരിക്കാൻ പുറപ്പെട്ടാൽ ഒരുപാട് പറയേണ്ടി വരും, സമയം കുറെ എടുക്കേണ്ടി വരും. ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ കൂടിയ ഒരു താരാപഥം എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഒരുപാട് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം, ഒരുപാട് ആകാശഗോളങ്ങളുടെ ഒരു കൂട്ടത്തെ ഒരു ഗാലക്സി എന്ന് വിളിക്കുന്നു. ഒരുപാട് ഗാലക്സികളുണ്ട് ശൂന്യാകാശത്ത്, അണ്ഡകടാഹത്തിൽ ധാരാളം ഗാലക്സികൾ. ഈ ഗാലക്സികൾ വികസിക്കുന്നുവെന്നാണ് ശാസ്ത്രം പറയുന്നത്. 100 ഇരട്ടിയോളം വികസിക്കും എന്ന് പറയുന്നു. അങ്ങനെ വികസിച്ചു കഴിഞ്ഞാൽ ചൂട് കൂടും, ഊഷ്മാവ് വർദ്ധിക്കും. ഈ ചൂട് കൂടൽ ഇതിന്റെ നാശത്തിലേക്കുള്ള തുടക്കമാണ് എന്ന് സയൻസ്. ചൂട് കൂടുമത്രേ, പ്രപഞ്ചത്തിൽ ചൂട് കൂടുമെന്ന് ശാസ്ത്രം പറയുന്നു. ചൂട് കൂടിയിട്ട് അവസാനം എന്ത് സംഭവിക്കും? ചൂട് കൂടുമ്പോൾ അത് അന്ത്യത്തിലേക്കടുക്കും. ചൂട് കൂടുന്നുണ്ടോ? ഞാൻ ഈ സദസ്സിലിരിക്കുന്ന സഹോദരന്മാരോട് ചോദിക്കുന്ന, പുസ്തകമൊന്നും വായിക്കണ്ട, എന്താ നിങ്ങളുടെ അഭിപ്രായം? ലോകത്ത് ചൂട് കൂടുകയാണോ കുറയാണോ? 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന വേനൽക്കാലത്തിന്റെ ചൂടും ഇപ്പോഴുള്ള വേനൽക്കാലത്തിന്റെ ചൂടും തമ്മിൽ എങ്ങനെയുണ്ട്? ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി. അപ്പൊ മനസ്സിലാകും ചൂട് കൂടുകയാണ്. ഓരോ കൊല്ലവും ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ മെയ് മാസത്തിലെ ചൂടല്ല ഈ കൊല്ലം, കഴിഞ്ഞ കൊല്ലത്തെ മീനമാസത്തിലെ ചൂടല്ല ഈ മീനമാസം. ഓരോ കൊല്ലവും ചൂട് വർദ്ധിക്കുന്നു. ഈ ചൂട് വർദ്ധിക്കുമെന്ന് സയൻസ് അംഗീകരിക്കുന്നു. ഈ പ്രസംഗത്തിന് വേണ്ടി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലത്തെ പത്രത്തിലെ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഇന്നലത്തെ പത്രമാണ്, ഏറ്റവും ലേറ്റസ്റ്റ് സാധനം, പഴയ സാധനമല്ല, ഏറ്റവും പുതിയത്. ഇന്നലത്തെ പത്രത്തിലെ ഒരു വാർത്ത ഞാനിവിടെ എൻ്റെ സഹോദരങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ലോകത്ത് ചൂട് വർദ്ധിക്കുന്നു, ചൂട് കൂടുന്നുണ്ട് എന്നുള്ളത് സയൻസ് പറയുന്ന സാധനം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം പോലെ ഇന്നലത്തെ പത്രത്തിൽ ഈ വാർത്ത ഞാൻ കണ്ടത്. ലോകത്ത് ചൂട് വർദ്ധിക്കുന്നു. വാഷിംഗ്ടൺ, അമേരിക്കയിൽ നിന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 1 നൂറ്റാണ്ടിനുള്ളിൽ ഭൂമിയുടെ ചൂട് 0.5 സെൽഷ്യസോളം വർദ്ധിച്ചിട്ടുണ്ടെന്ന് വസ്തുതകൾ സ്ഥിരീകരിക്കുന്നു. ചൈനയിലും പെറുവിലുമുണ്ടായ മഞ്ഞുമലകളുടെ പതനം, ആസ്ട്രേലിയയിലെയും ഉത്തര കാനഡയിലെയും മരങ്ങൾ, അമേരിക്കയിൽ ശേഖരിച്ച ഭൂഗർഭ സാമ്പിളുകൾ എന്നിവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ ദിശയിലേക്കാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാലാവസ്ഥയുടെ താപം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രവണത തുടരുകയാണെന്നാണ് സൂചനകളിൽ നിന്നും അനുമാനിക്കേണ്ടതെന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. അമേരിക്കയിലെ സെനറ്റ് കമ്മിറ്റി മുമ്പാകെ ഇത് സംബന്ധിച്ച തെളിവുകൾ നൽകിയ ഡേവിഡ് റിൻഡ് എന്ന ശാസ്ത്രജ്ഞനാണ് ഒരു അഭിമുഖത്തിൽ ശാസ്ത്രജ്ഞരുടെ ഈ നിഗമനം വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ 12,000 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെട്ട കാലം 1937-നും 1987-നും ഇടയ്ക്കുള്ള വർഷങ്ങളിലായിരുന്നുവെന്നാണ് ചൈനയിലെയും റഷ്യയിലെയും പെറുവിലെയും മഞ്ഞുമലകളിൽ നിന്നും അടർന്നു വീണ പാളികളുടെ പരിശോധനയിൽ നിന്നും മനസ്സിലായത്. അതുപോലെ ഉത്തര കാനഡയിലെ ചില പഴക്കം ചെന്ന വൃക്ഷങ്ങളിലെ വളയങ്ങളുടെ പരിശോധനയിൽ നിന്നും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചൂട് ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. വടക്കേ അമേരിക്കയിലെ ഭൂഗർഭ പരിശോധനയിൽ നിന്നും മനസ്സിലായത് ഏറ്റവും കൂടിയ താപം മണ്ണിൽ അനുഭവപ്പെട്ടത് ഈ നൂറ്റാണ്ടിലാണത്രേ. നല്ല ഈമാനുള്ളവർക്ക് തന്നെ നോൽക്കാൻ പറ്റുള്ളൂ. പിന്നെ നോമ്പാവുമ്പോൾ അത്ര ചൂടും താവും തോന്നുന്നുണ്ടാവില്ല, അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും. അല്ലെങ്കിലൊന്നും നല്ല വിശ്വാസമില്ലാത്തവനെ ഈ പണിക്ക് കിട്ടൂല എന്ന് ഉറപ്പാ. നല്ല വിശ്വാസമില്ലാത്തവനെ കിട്ടൂല, അത്ര വലിയ ഉഷ്ണമാണ്. രാത്രി പോലും വിയർത്ത് കുളിക്കാണ്, രാത്രി പോലും വിയർത്ത് കുളിക്കുന്ന ചൂടാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ചൂട് വർദ്ധിക്കുന്നു. ചൂട് വർദ്ധിച്ച് ആകാശത്തും ഭൂമിയിലും വെള്ളം തിളക്കാൻ ആവശ്യമായ ടെമ്പറേച്ചർ ഉണ്ടാകുമെന്ന് പോൾ ഡാവീസ് എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നു. വെള്ളം തിളക്കാൻ ആവശ്യമായ ചൂട് എന്ന് ബാക്കി ഞാൻ പറയണോ? വെറും വായുവിൽ വെള്ളാണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തിളക്കും. അത്ര വലിയ ചൂട് ഈ ഭൂമിയിൽ ഉണ്ടാവും, സയൻസാ പറയുന്നത്. ഇനി നിങ്ങളെ ഞാൻ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നു. ഖിയാമത്തിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയുകയാണ്,
യൗമ തകൂനുസ് സമാഉ കൽമുഹൽ, ആകാശം ചൂടുപിടിച്ച് ചെമ്പ് തകിട് പോലെ, ഉരുക്കിയ ചെമ്പിന്റെ തകിട് പോലെ ആകുന്ന ഒരു ദിവസമാണ് ഖിയാമ. ഇനി എന്താ അതിലപ്പുറം ഖിയാമത്ത് നാളിൽ തെളിവ് വേണോ? ഇനി എന്താ തെളിവ് വേണ്ടത്? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കാൻ സമയമായിരിക്കുന്നു. ആകാശം ചൂടുപിടിച്ച് ഉരുക്കിയ ചെമ്പിന്റെ തകിട് പോലെ ആകുന്ന ദിവസം, യൗമ യകൂനുസ് സമാഉ കൽമുഹൽ, ഒരു മുഹല് പോലെ, ഉരുകിയ ചെമ്പ് പോലെ ആകാശം ആയിത്തീരുമെന്ന് ഖുർആൻ. ഞാൻ വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല, സമയം പേടിച്ചിട്ട്. അടുത്ത പോയിന്റിലേക്ക് വരിക. നക്ഷത്രങ്ങൾ ഇന്നത്തെ പോക്ക് പോയിട്ട് ഒരു വലിയ പൊട്ടിത്തെറിക്കുള്ള സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ആ പൊട്ടിത്തെറിക്ക് ശാസ്ത്രം പേരുവിട്ടിട്ടുണ്ട് ബിഗ് ക്രഞ്ച്, ഏറ്റവും വലിയ തകർച്ച. ഇതേനല്ലേ കൂട്ടരെ ഖിയാമത്ത് നാള്? ഇത് അറബിയിൽ ഖിയാമത്ത് നാള് എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആധുനിക ശാസ്ത്രജ്ഞൻ അവന്റെ ഇംഗ്ലീഷിൽ പറയുന്നു ദി ബിഗ് ക്രഞ്ച്. അത് വരാൻ പോവാണ്. രണ്ടും സരക്കൊന്നാണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. അത് പറയുമ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കുട്ടികളെന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട്, കോളേജിലാണത് വിശദമായിട്ട് പഠിക്കുക. ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ വലിയ പൊട്ടിത്തെറി സിദ്ധാന്തം. അതായത് ഇന്ന് ലോകമുണ്ടായത് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ്. ഭൂമി ഒരു കാലത്ത് സൂര്യന്റെ ഭാഗമായിരുന്നു, സൂര്യൻ പൊട്ടിത്തെറിച്ചു. സൂര്യന്റെ ഒരു കഷ്ണമായ ഭൂമി ഒരു ഭാഗത്ത് വന്ന് നിന്നു. അത് ചുട്ട് പഴുത്തിങ്ങനെ തിളക്കായിരുന്നു അന്ന്. പിന്നെ കാലാകാലത്തിലൂടെ സൂര്യന്റെ ആ കഷ്ണം തണുത്തിട്ടാണ് ഭൂമിയായത്. ആ ഭൂമി തണുത്തതിന് ശേഷമാണ് ജീവജാലങ്ങളൊക്കെ അതിലുണ്ടായത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി, ഏറ്റവും വലിയ പൊട്ടിത്തെറി എന്ന സിദ്ധാന്തം. ആ ബിഗ് ബാങ് തിയറി ഉണ്ടാക്കിയ ശാസ്ത്രം ഇപ്പോൾ പറയുന്നു അന്ന് ബിഗ് ബാങ് ആണ് ഉണ്ടായതെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് ബിഗ് ക്രഞ്ച് എന്ന ഏറ്റവും വലിയ തകർച്ചയാണ് എന്ന് പറയുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ്. അദ്ദേഹമാണ് ഇതിന് ഏറ്റവും വലിയ പ്രചാരണം നൽകിയത്, സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹം പറഞ്ഞതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നു. ആ ഏറ്റവും ഒടുക്കത്തെ പൊട്ടിത്തെറിയെക്കുറിച്ച്. ആ പൊട്ടിത്തെറിക്ക് ശേഷം എന്ത് സംഭവിക്കും ശാസ്ത്രജ്ഞന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കണം. ചില ശാസ്ത്രജ്ഞന്മാർ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമായിട്ട് പറഞ്ഞു, പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണെങ്കിലും ആ പൊട്ടിത്തെറിയെ പ്രപഞ്ചം അതിജീവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് മുഴുവൻ തകരൂല, എങ്ങനെയെങ്കിലും ബാക്കിയായേക്കുന്നു. പക്ഷേ അതിനെ പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാർ ചോദ്യം ചെയ്തുകൊണ്ട് പറയുന്നു ഒരിക്കലും അതിജീവിക്കില്ല, അത് ശാശ്വതമായ അന്ത്യമാണ്, പിന്നെ ഒരു തിരിച്ചുവരവിന്റെ പ്രശ്നമില്ല, അതോടെ സകലം ഒടുങ്ങും. അതാണ് ബിഗ് ക്രഞ്ച് എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ നമ്മോട് പറയുന്നു. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സകലം തകർന്ന് കുല്ലു മൻ അലൈഹാ ഫാൻ, അതിലുള്ളതെല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക, നിന്റെ റബ്ബിന്റെ അസ്തിത്വം മാത്രം ബാക്കിയാകും. ദുൽ ജലാലി വൽ ഇക്റാം, മഹത്വവും ഉദാരതയും നിറഞ്ഞ, മഹത്വവും ബഹുമാന്യതയും നിറഞ്ഞ നിന്റെ റബ്ബിന്റെ അസ്തിത്വമല്ലാതെ മറ്റൊന്നും ബാക്കിയാകാത്ത വിധം എല്ലാം നശിക്കും, എല്ലാം തകരും, എല്ലാം അവസാനിക്കുമെന്ന് സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറയുകയാണ്. ആ സൂറത്തുർ റഹ്മാനല്ലേ ഇടക്കിടക്ക് ഇങ്ങനെ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതിലധികം ആയത്തും ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയാനാണ്. സൂര്യൻ എന്താ സംഭവിക്കണത്, ഭൂമിക്ക് എന്താ സംഭവിക്കണത്. എന്തോ ഒരു രസാണ് ഈ ഖുർആൻ. ശാസ്ത്രത്തിൽ പോലും പറയാത്ത കാര്യങ്ങൾ ഒരു ഗ്രന്ഥം ഇങ്ങനെ പറഞ്ഞുതരാണ്. പൊട്ടിത്തെറിക്കല്, ചൂടുണ്ടാകല്, ഭൂമിക്ക് സംഭവിക്കല്. അത് ഒരു കാലത്ത് ശാസ്ത്രം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സഹോദര ഇനി അതിലേറെ അംഗീകരിക്കും. നിങ്ങളും ഞാനും മരിച്ചു പോയ ശേഷം ഇനി ഉണ്ടാകാൻ പോണത് ശാസ്ത്രം അപ്പടി ലോകത്തിന്റെ അന്ത്യം അംഗീകരിക്കലായിരിക്കും എന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ഈ ഗവേഷണങ്ങളുടെ പോക്ക്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ് യൗമ നത്വിസ് സമാഅ കത്വീസ് സിജില്ലി ലിൽ കുതുബ് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. ചുരുട്ടിപ്പിടിച്ച പുസ്തകത്തിന്റെ ഏട് പോലെ ആകാശത്തെ നാം ചുരുട്ടുന്ന ദിവസം. അള്ളാന്റെ ഉദാഹരണം നോക്കണം. ചുരുട്ടിപ്പിടിച്ച പുസ്തകത്തിന്റെ ഏട് പോലെ ആകാശത്തെ നാം ചുരുട്ടുന്ന ദിവസം. ഇങ്ങനെയൊക്കെ എങ്ങനെ കൂട്ടരെ നുണ പറയാ? എങ്ങനെയൊരു നുണ പറയാ?
ഇത് ഓതിക്കൊടുത്ത ആളെ പറ്റി ലോക ചരിത്രം പറയുന്നു, ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ല ആള് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി നുണ പറഞ്ഞെന്ന് ഒരു വകുപ്പും പറയാൻ ഒരു വലിയ ശത്രുവിന് പോലും വകുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പ്രബോധനം മക്കയിൽ ആരംഭിച്ച കാലത്ത് നബിയുടെ ശത്രുക്കൾ നബിയെക്കുറിച്ച് കംപ്ലൈന്റ് പറയാൻ റോമാ കൊട്ടാരത്തിലേക്ക് പോകുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്, പുതിയ ഒരുപാട് സിദ്ധാന്തങ്ങളുമായി വന്നിരിക്കുന്നു, പഴയ ദൈവങ്ങളെ തള്ളിപ്പറയുന്നു, ഒരു ഏകദൈവമുണ്ടെന്ന് പറയുന്നു, മരണശേഷം ഒരു പരലോകമുണ്ടെന്ന് പറയുന്നു, വ്യഭിചാരം പാടില്ലെന്ന് പറയുന്നു, മദ്യപിക്കരുത് എന്ന് പറയുന്നു. ഞങ്ങൾ ആകെ കുടുങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ അടിമകളെ ഞങ്ങൾ തരം താഴ്ത്തിയവരായിരുന്നു, ഇന്ന് ആ അടിമകളെ പിടിച്ച് മുഹമ്മദ് നേതാവാക്കിയിരിക്കുന്നു. കറുത്തവരെ ഞങ്ങൾ അകറ്റി നിർത്തിയിരുന്നു, ആ കറുത്തവരെ മുഹമ്മദ് വലിയ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. അറേബ്യയിലെ ജീവിതം ആകെ താറുമാറായിരിക്കുകയാണ്. നിങ്ങൾ ഇതിൽ ഇടപെടണമെന്ന് പറയാൻ വൻശക്തിയായ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് അബൂ സുഫിയാനും കൂട്ടരും നേരിട്ട് ചെല്ലുന്നു. റോമാ ചക്രവർത്തി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നു. ഏയ് ഒന്ന് ചോദിച്ചോട്ടെ, എന്താ ഇയാളെ പേര്? മുഹമ്മദ്. എന്തായിരുന്നു വാപ്പാന്റെ പേര്? അബ്ദുള്ള. എന്തായിരുന്നു ഉമ്മയുടെ പേര്? ആമിന. ആലോചിച്ച് തലക്കിങ്ങനെ കൈ കൊടുത്തിട്ട് റോമൻ ചക്രവർത്തി ചോദിച്ചതായിട്ട് ലോക ചരിത്രം എഴുതി വെക്കുന്നു. ഈ ആൾ ഇതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഈ ആള് നുണ പറയുന്ന ആളാണോ? നുണ പറയാറുണ്ടായിരുന്നോ ഇതിനു മുമ്പ്? ഈ സിദ്ധാന്തം 40-ാമത്തെ വയസ്സിൽ പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ? വഹയി കിട്ടിയെന്ന് പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ? അതിനു മുമ്പ് എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? അബൂ സുഫിയാൻ എന്ന കൊടിയ ശത്രു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ശത്രു, റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്തിരുന്നു കൊണ്ട് പറയുന്നു, അത് ഞങ്ങൾ പറയാം, ഈ മനുഷ്യൻ ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണെങ്കിലും ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല, ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല. നുണ ആ മനുഷ്യനെ പറ്റി ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്ന് ആരാണ് പറയണത്? നബിയുടെ അനുയായിയല്ല. നബിയെ കൊല്ലാൻ, നബിയെ നാട് കടത്താൻ, നബിയെ കല്ലെറിയാൻ, നബിയെ തൂക്കിലേറ്റാൻ ഒരു വഴിയുണ്ടോ എന്നാലോചിച്ച് നടന്ന അബൂ സുഫിയാൻ എന്ന കൊടിയ ശത്രു റോമൻ ചക്രവർത്തിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, മുഹമ്മദ് സത്യസന്ധനാണ്. ഞങ്ങൾക്ക് എതിർപ്പുണ്ടത് വേറെ കാര്യം, പക്ഷെ ആള് നുണ പറയുന്ന ആളല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഈ ഗ്രന്ഥം ഓതിത്തന്ന നബി കള്ളം പറയുമെന്ന് 20-ാം നൂറ്റാണ്ടിൽ ആര് പറഞ്ഞാലും അത് നുണയാണ്. കാരണം നബി ജീവിച്ചിരുന്ന കാലത്തെ ഏറ്റവും വലിയ ശത്രു പറഞ്ഞിട്ടുണ്ട് നബി നുണ പറയില്ല. പിന്നെ എങ്ങനെ നീ പറയാ? നീ നബി ജീവിച്ചിരുന്ന കാലത്ത് നീ ജീവിച്ചിട്ടില്ല. നീ ജീവിക്കണ നൂറ്റാണ്ട് 14 കഴിഞ്ഞിട്ടാണ്. നബി വഫാത്തായിട്ട് നൂറ്റാണ്ട് 14 കഴിഞ്ഞു. നബി ജീവിച്ചിരുന്ന ഒരു ചരിത്രത്തിൽ തന്നെ പറയണത്, ഈ ചരിത്രം എങ്ങനെ എഴുതി വെക്കണം എന്ന് പറയുന്നൊരു ശാസ്ത്രമുണ്ട്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. ചരിത്രം എങ്ങനെ എഴുതി വെക്കണം, ചരിത്ര രചനാ ശാസ്ത്രം. അതിൽ പറയണത്, ഒരു വ്യക്തിയെ പറ്റി വിധി കൽപ്പിക്കേണ്ടത് ചരിത്ര പുരുഷനാണെങ്കിൽ അയാൾ മരണപ്പെട്ടു പോയിട്ട് പിന്നെ ജീവിക്കണവരല്ല, അയാളുടെ കാലഘട്ടത്തിൽ സമകാലികന്മാരായി ജീവിച്ചവരുടെ അഭിപ്രായമാണ് അയാളെ പറ്റി മുഖവിലക്കെടുക്കേണ്ടത് എന്നാണ്. ഇന്നത്തെ ആളല്ല. ഗാന്ധിജിയെ പറ്റി ഇന്ന് എന്റെ അഭിപ്രായമല്ല വില മതിക്കേണ്ടത്. ഗാന്ധിജി ജീവിച്ച കാലത്ത് ഗാന്ധിജിയുടെ നാട്ടുകാരായ ഇന്ത്യക്കാര് ഗാന്ധിജിയെ പറ്റി എന്ത് പറഞ്ഞു? ഒരു നല്ല നേതാവായിരുന്നു, ഒരു നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു, സത്യസന്ധനായിരുന്നു എന്നൊക്കെയാണ് ഗാന്ധിജിയെ പറ്റി അന്നത്തെ ഇന്ത്യക്കാർക്കുള്ള അഭിപ്രായം. എങ്കിൽ അതാണ് ശരി. ഗാന്ധിജിയെ ഇന്ന് കള്ളെന്ന് വിളിക്കാൻ ന്യായമില്ല. കാരണം ഗാന്ധിജി ജീവിച്ച കാലത്തെ ഇന്ത്യക്കാർ, ഗാന്ധിജിയുടെ സമകാലക്കാർ ഗാന്ധിജിയെ അങ്ങനെയാണ് കണ്ടത്. ഒരു മനുഷ്യനെ വിധി കൽപ്പിക്കേണ്ടത് ആ മനുഷ്യന്റെ കാലഘട്ടത്തിലെ സാക്ഷികളെ വെച്ചിട്ടാണ്. എങ്കിൽ അബൂ സുഫിയാൻ എന്ന അനുയായിയുടെ എല്ലാ ശത്രുവിന്റെ വിധി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയുടെ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കണ്ടേ? റസൂൽ ഓതിക്കൊടുത്ത ഖുർആനിൽ പറയാണ്, നാം ഗ്രന്ഥത്തിന്റെ ഏടുകൾ ചുരുട്ടുന്ന മാതിരി ആകാശത്തെ ചുരുട്ടുന്ന ദിവസമാണ്. എന്നിട്ടോ എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഇതിലെ ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. കമാ ബദഅനാ അവ്വല ഖൽഖിൻ, ആദ്യം നമ്മൾ സൃഷ്ടി തുടങ്ങിയില്ലേ, അതേമാതിരി നുഈദുഹു, അതിലേക്ക് നമ്മൾ വീണ്ടും മടക്കും. ആദ്യം നമ്മൾ സൃഷ്ടി തുടങ്ങിയ ആ അവസ്ഥയിലേക്ക് ഈ ആകാശഭൂമികളെ തിരിച്ചുകൊണ്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞു, ശാസ്ത്രം എന്താ പറയണത്? സിംഗുലാരിറ്റിയിൽ നിന്ന് തുടങ്ങി സിംഗുലാരിറ്റിയിലേക്ക് പ്രപഞ്ചം തിരിച്ചു പോകുമെന്നാണ് ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടുപിടുത്തം. ഖുർആൻ പറയുന്നു തുടങ്ങിയിടത്തേക്ക് നമ്മൾ തിരിച്ചുകൊണ്ടുപോകും. ഖുർആൻ പറഞ്ഞത് ശാസ്ത്രം എങ്ങനെ അംഗീകരിക്കുന്നുവെന്ന് എന്റെ സഹോദരന്മാർ ആലോചിക്കണം. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഈ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളെ നമ്മൾ വിചാരണ ചെയ്യാൻ പോവുകയാണ്. സനുഫ്രിഗു ലക്കും അയ്യുഹ ത്തഖലാൻ,
ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ സനുഫ്രിഗു ലക്കും അയ്യുഹസ്സഖലാൻ. ഭൂമിയുടെ 2 ഭാരങ്ങളെ നിങ്ങളെ വിചാരണ ചെയ്യാൻ ഞാൻ ഒഴിഞ്ഞു വരാൻ പോവുകയാണ്. അല്ലാഹ് പറയാണ്, ഭൂമിയുടെ 2 ഭാരങ്ങളെ നിങ്ങളെ വിചാരണ ചെയ്യാൻ ഞാൻ ഒഴിഞ്ഞു വരാൻ പോവാണ്. എനിക്ക് വേറെ പണിയുണ്ട്. ഖുർആനിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞ രസകരമായൊരു സംഗതി എന്താണെന്നറിയോ? അള്ളാഹ്ക്കൊരു മിനിറ്റ് ഒഴിവില്ല എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് ഒഴിവില്ലാത്തൊരു ദൈവത്തെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. വേറെ ചില മതങ്ങളിൽ പറഞ്ഞത് സൃഷ്ടി കഴിഞ്ഞിട്ട് ദൈവം ഉറങ്ങാൻ പോയി എന്നാണ്. അങ്ങനെ പറഞ്ഞൊരു മതമുണ്ട്, സൃഷ്ടി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോയി. ഇപ്പോഴും ഉറക്കാണ്. ഖുർആൻ പറയുന്നു കുല്ലു യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും ഓന് പണിയുണ്ട്. ആ പറഞ്ഞതിന്റെ പച്ച മലയാളം അതാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും ഓരോ പുതിയ കാര്യത്തിലാണ്. ഒന്നുണ്ടാക്കുക, ഒരു നക്ഷത്രം, ഒരു ഉദയം, ഒരു അസ്തമയം. അതിൻ്റെ ഇടയിൽ അല്ലാഹ് പറയാണ് സനുഫ്രിഗു ലക്കും അയ്യുഹസ്സഖലാൻ, ഞാൻ ഒഴിവായിട്ട് വരുന്നുണ്ട് നിങ്ങളെ 2 കൂട്ടരെയും വിചാരണ ചെയ്യാൻ. 2 കൂട്ടർ, ഒന്ന് മനുഷ്യവർഗവും ഒന്ന് ജിന്ന് വർഗവുമാണ്. നിങ്ങളെ 2 കൂട്ടരെയും വിചാരണ ചെയ്യാൻ ഞാൻ ഒഴിഞ്ഞു വരുന്നുണ്ട്, കാത്തിരുന്നോ, എന്റെ പണിയാണ്ട് തീർന്നോട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ആ പ്രയോഗമൊക്കെ നോക്കണം. ഈ പണിന്നൊക്കെ ഒഴിഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട്, നിങ്ങളവിടെ നിന്നോ. അപ്പൊ ഈ ജിന്നുവർഗം എന്താന്നൊക്കെ ആലോചിക്കും. സയൻസ് പറയണത് ആകാശഗോളങ്ങളിൽ നല്ല ചൂടുള്ള ചില ജീവികൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. നല്ല ചൂടുള്ള ജീവികൾ, അതായത് തിളക്കണ വെള്ളമുള്ള ചൂടുള്ള സ്ഥലത്ത് വരെ ജീവിക്കാൻ, വെള്ളം തിളക്കാൻ ആവശ്യമായ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളുണ്ട് ആകാശത്ത്, അവിടെ വരെ ജീവിക്കാൻ കഴിയുന്ന ജീവികളുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ഖുർആൻ പറഞ്ഞ് ജിന്നിനെ നമ്മൾ ഉണ്ടാക്കിയത് തീയിന്റെ ജ്വാലയിൽ നിന്നാണ്. ജിന്നിനെ നമ്മൾ സൃഷ്ടിച്ചത് തീജ്വാലയിൽ നിന്നാണ് എന്ന് ഖുർആൻ. ശാസ്ത്രം പറയുന്നു നല്ല ചൂടിലും ജീവിക്കാൻ കഴിയുന്ന ചില ജീവികൾ ആകാശഗോളങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.